നമ്മൾ ഇന്നുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റിലാണ്. അതായത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ജർമ്മനിയിലെ. സൗത്ത് ജർമ്മനിയിലെ സ്റ്റേറ്റായ ബാഡൻ ബുട്ടംബർഗിലാണ് ഷ്വാർട്സ്വാൾഡ് എന്ന് ജർമ്മൻ ഭാഷയിൽ അറിയപ്പെടുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. 160 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റിലെ പ്രധാന നഗരങ്ങളാണ് ഫ്രൈബുർഗ്, ഫ്രോയിഡൻസ്റ്റാറ്റ്, ബാഡ് വിൽഡബാഡ്, അതേമാതിരി ട്രീബുർഗ് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അകലെ കാണുന്ന വ്യൂ ആണിത്. ഇവിടെ കാണപ്പെടുന്ന പൈൻ മരങ്ങളുടെ പുറംതൊലി ഇരുണ്ട നിറമുള്ളതും അതുപോലെ ഇവിടെ മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്നതിനാലുമാണ് ഈ കാട് അകലെ നിന്ന് നോക്കുമ്പോൾ കറുത്തതായി തോന്നുന്നത്. അങ്ങനെയാണ് ബ്ലാക്ക് ഫോറസ്റ്റിന് ആ പേര് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റിലെ ഒരു പ്രധാന സിറ്റിയായ ഫ്രോയിഡൻസ്റ്റാറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിലെ ഒരു പട്ടണമായ ഫ്രോയിഡൻസ്റ്റാറ്റിലാണ്. ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത യൂറോപ്പിലെ തന്നെ വലിയ മാർക്കറ്റ് പ്ലേസ്, ഏറ്റവും വലിയ മാർക്കറ്റ് പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ ആ മാർക്കറ്റ് പ്ലേസിൻ്റെയാണ്. ഈ മാർക്കറ്റ് പ്ലേസ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എക്കയിൽ ഈ മൂലയിൽ കാണുന്നതാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. അതേമാതിരി ഓപ്പോസിറ്റ് മൂലയിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ. അതേമാതിരി അവിടെ കാണുന്ന ആ മൂലയിൽ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പള്ളി. അതേമാതിരി ഏറ്റവും ലാസ്റ്റ് ഈ എക്കയിൽ കാണുന്നതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റൈൻ ഗലേറിയ എന്ന് പറയുന്ന ഷോപ്പിലാണ്. ഇതെനിക്ക് വളരെ ആകർഷകമായി തോന്നി. ഫ്രോയിഡൻസ്റ്റാറ്റിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള പലതരം കല്ലുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇന്ത്യയിൽ നിന്ന് പോലുമുള്ള കല്ലുകൾ ഇവിടെ കാണാനായിട്ട് നമുക്ക് കഴിയും. ഇതാണ് സ്റ്റൈൻ ഗലേറിയയുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറ്. നമുക്ക് ഈ സ്റ്റോറിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇതിലെ കാഴ്ചകൾ നമുക്ക് കുറച്ച് കാണാം. പറ്റുകയാണെങ്കിൽ എനിക്കൊരു ഓർണമെൻ്റ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. Hallo. ഞാൻ അങ്ങനെ ഒരു പേളിൻ്റെ സെറ്റ് എടുത്തു. Wie viel kostet das? Diese Kette mit Ohrsteckern und Armband sind 35 Euro. 35 Euro. Genau. 35 യൂറോ ആണ് ഇതിൻ്റെ വിലാട്ട. ഇതിൽ മാലയുണ്ട്, ഒരു കമ്മലുണ്ട്, പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റിലെ ഒരു ടൗണായ ട്രീബർഗിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണിത്. കുക്കു ക്ലോക്കിൻ്റെ മോഡലിലുള്ളൊരു ഹൗസാണിത്. ട്രീബർഗിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വഴിയിലുള്ള മനോഹരമായിട്ടുള്ള വീടുകളും ദൃശ്യങ്ങളും നമുക്കിപ്പോൾ കാണാം. നാം ഇപ്പോൾ കാണുന്നത് ട്രീബർഗ് എന്ന ചെറുപട്ടണമാണ്. ഇവിടെ നിന്നാണ് ലോകപ്രശസ്തമായ കുക്കു ക്ലോക്കിൻ്റെ ഉത്ഭവം.
ഫ്രീബർഗിലേക്ക് പോകുന്ന വഴിയിൽ മുഴുവനും നമുക്ക് കുക്കു ക്ലോക്കിൻ്റെ ഷോറൂമുകൾ കാണാനായിട്ട് കഴിയും. ഇത് അങ്ങനെയുള്ള ഒരു ഷോറൂമാണ്, ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടതാണിത്. ഈ ഷോറൂം തന്നെ കുക്കു ക്ലോക്കിൻ്റെ ഒരു മോഡലിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കുക്കു ക്ലോക്ക് പല മോഡലുകളുണ്ട്. അതിൽ തന്നെ 3 വെറൈറ്റി കുക്കു ക്ലോക്കുകളാണ് നാം ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഈ ഒരു ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നതെന്ന്. ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റിലെ ട്രഡീഷണൽ ഡ്രസ്സ്. ട്രാക്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. നമ്മൾക്കെല്ലാം സുപരിചിതമായ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഉത്ഭവം ഈ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം ഈ പ്രദേശത്ത് ചെറികൾ ഒരു പ്രധാന വിളയാണ്. ഈ ചെറികളിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന മദ്യമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ടേസ്റ്റ് നൽകുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഈ മദ്യത്തിൻ്റെ പേര് ഷ്വാർട്സ്വാൾഡർ കിർഷ് വാസർ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റിനെ കുറിച്ചും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനെ കുറിച്ചും കുക്കു ക്ലോക്കിനെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കഥകൾ ഇവിടെ തീരുന്നില്ല. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.